ശരി, ഡാൻ ഒന്ന് തുടരുക. ഇപ്പോൾ ആ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ജലീൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജലീൽ, അഫാൻ്റെ അമ്മയുടെ അമ്മ നമുക്കറിയാം, ആദ്യം അമ്മയ്ക്ക് വലിയ പരിക്ക് പറ്റുന്നു, അതിനുശേഷം ട്രീറ്റ്മെൻറ്റ്, അതിനുശേഷം അവർ ഒരു പരിചരണ കേന്ദ്രത്തിലായിരുന്നു. ഇപ്പം കുടുംബവും ഒന്നിച്ചാണോ അവർ കഴിയുന്നത്? എന്താണ് താങ്കൾക്ക് ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പം ഭാര്യയും ഭർത്താവുമായി ഒരുമിച്ചാണ് കഴിയുന്നത്. കൊല്ലം ജില്ലയിലെ ചിതറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ മലക്കറി കടയിട്ട്, അതുകൊണ്ടാണ് അവരുടെ ഉപജീവനം. അതുപോലെ തന്നെ അവരുടെ ആശുപത്രി കാര്യങ്ങൾ വളരെ വലിയൊരു എമൗണ്ട് ആണ് അവർക്ക് ആശുപത്രിയിൽ വീണ്ടും തുടർ ചികിത്സയ്ക്കായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ മലക്കറി കടയിൽ നിന്ന് കിട്ടുന്ന ഒരു സഹായമാണ് അവർക്ക് ലാഭവിഹിതം കൊണ്ടാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ അവർക്കൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പല ഇന്റർവ്യൂ നടത്തി, പല റേറ്റിംഗ് അവർക്ക് ആ ചാനലുകൾക്ക് കിട്ടി. പക്ഷേ എല്ലാവരുടെയും സഹായത്തോടു കൂടി, പ്രവാസികളുടെയും മറ്റും സഹായത്തോടു കൂടി പാങ്ങോട് തന്നെ ഒരു 8-10 സെന്റ് കിട്ടു. പക്ഷെ ഇതുവരെ ഇപ്പൊ ഈ ഫെബ്രുവരി 24 ആകുമ്പം ഈ ഒരു വർഷം കഴിയാണ്, എന്നിട്ട് അവർക്ക് ഇതുവരെ വീട് വെച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ഡോക്ടറുടെ ഒരു പ്രത്യേക താല്പര്യം എടുത്ത് ഈ അഫാനുമായി ഇവർ സംസാരിച്ചു. അത് അവരുടെ ഒരു ആരോഗ്യപരമായ ഒരു ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ അവർ വീട്ടിലേക്ക് വരാറുണ്ടോ? ഈ റഹീമും ഷമിയും ആരെങ്കിലൊക്കെ വീട്ടിലേക്ക് വരിക, ആ വീട് തുറക്കാറുണ്ടോ? എന്താണ് അവർക്ക് അത് വീട് കാണാതെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് വരാറില്ല. മറ്റു ബന്ധുക്കളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇവരുടെ? കാരണം ബന്ധുക്കളിൽ നിന്നൊക്കെ പണം കടം വാങ്ങിയിരുന്നു. ആ ഒരു സമ്മർദ്ദം ഇപ്പോഴും അവർക്ക് മുന്നിൽ ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അത് അന്വേഷിച്ചിട്ടുമില്ല. ശ്രീ ജലീൽ, ഈ അടുത്തിടെ അബ്ദുൾ റഹീം അവരുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരുന്നു. ആ കുടുംബത്തെ പരാമർശിക്കുന്ന ഒരു സിനിമ പുറത്തു വരുന്നു, അത് തടയണം, റിലീസ് തടയണമെന്ന്. അങ്ങനെ അച്ഛൻ്റെ ഒരു മൂവ്മെന്റ് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചില്ല, പക്ഷെ 1-2 ലോക്കൽ ചാനൽ കൂടിയാണ് ഞാൻ അത് കണ്ടത്. ഓക്കെ, ഈ റഹീമും ഭാര്യയും അവരിപ്പം ദുബായിൽ നിന്ന് തിരിച്ചു വന്ന വ്യക്തിയാണല്ലോ റഹീം. അപ്പം ഇപ്പോൾ ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബം പോയി. അങ്ങേറ്റത്തെ ഒരു വല്ലാത്ത സാഹചര്യമാണ്. മാനസികമായും തകർന്നു, മുന്നോട്ട് ജീവിക്കാൻ പണവുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ? അതെ അതെ. അവർക്കൊരു ചെറിയ കൊല്ലം ജില്ലയിൽ ചിതറ ജംഗ്ഷനിലാണ് ഒരു ചെറിയൊരു മലക്കറി കടയാണ് അവർ ഇട്ടേക്കുന്നത്. അവിടെ ഒരു കൊച്ചു മുറിയിലാണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. ഈ ജലീല്, നാട്ടുകാരുടെ ഒരു പ്രതികരണം ഇപ്പം താങ്കൾക്കറിയാമല്ലോ, ഈ വാർത്ത കേട്ടപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു പകൽ ദിനം രാവിലെ ഒരു 10 മണിക്കും വൈകിട്ട് ഒരു 6 മണിക്കും ഇടയിലാണ് ഈ 6 മരണങ്ങൾ സംഭവിക്കുന്നത്. അതും ഒരു യുവാവ്, ഒരു കൊച്ചുകുട്ടി നടത്തിയ കൊലപാതകമാണ്. ആ കൊലപാതകത്തിൻ്റെ ഒരു ക്രൂരവശമൊക്കെ നമ്മൾ മുമ്പും കേട്ടതാണ്. നാട്ടുകാരുടെ ഒരു അവസ്ഥ എന്താണ്? ഇതിൻ്റെ ഒരു ഞെട്ടൽ നിങ്ങൾക്കൊക്കെ ഇപ്പോഴും ഉണ്ടോ? അവസ്ഥ ഇപ്പം നമ്മളെ പോലുള്ള ഒരു വർഷം ആയതുകൊണ്ട് അതൊരു പിന്നെ മരിച്ചവർ മരിച്ചു. ഇവൻ കൂടെ തന്നെ ജയിലിലാണ്. ഇവർ രണ്ടുപേരും ഈ നാടുമായിട്ട് പാടിപ്പോ ബന്ധമില്ല. അവരിവിടുന്ന് ആൾക്കാരുടെ മറ്റ് പ്രതികരണങ്ങളൊന്നും കേൾക്കാതെ അവർ ചിതറ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. ജലീൽ, ഒരു കാര്യം കൂടി, നമുക്കറിയാം, അത് ക്രൈം ചെയ്ത ആരും ആ നിയമവഴികളിൽ അത് ശിക്ഷിക്കപ്പെടട്ടെ, ആ നടപടികൾ ഉണ്ടാവട്ടെ. പക്ഷേ അതുകൊണ്ട് ചിതറിപ്പോയ കുറേ കുടുംബങ്ങളുണ്ടല്ലോ, അവർക്ക് മാനസികമായൊരു കൈത്താങ് ആവശ്യമാണ്, ഫിനാൻഷ്യലി സപ്പോർട്ടുകൾ വേണം. അങ്ങനെ ഒരു കൂട്ടായ്മ ആദ്യ സമയത്തെ ആ പ്രഖ്യാപനങ്ങൾക്കപ്പുറം പിന്നീട് അത് നന്നായി ഉണ്ടാവുന്നുണ്ടോ അവിടെ? ഒരു കാരണവും ഒന്നും ഉണ്ടാവുന്നില്ല. ഈ പ്രഖ്യാപനം ഒരെണ്ണം അവർക്ക് സഹായിച്ചിട്ടില്ല. പിന്നെ പല വിദേശത്തുനിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലുള്ള, അല്ലാതെ അതും ഒരുപാട് പൈസ ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ ആയല്ലോ. അതും ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലോ, സ്വകാര്യ ആശുപത്രിയിലായിരുന്നല്ലോ കഴിഞ്ഞത്. അപ്പൊ അവിടെ അവരും കുറച്ച് വിട്ടുവീഴ്ച ചെയ്തു, ബാക്കി അവർ അടയ്ക്കേണ്ടി വന്നു. ഇപ്പം ഈ റഹീമിൻ്റെ കുടുംബമുണ്ട്, ഫർസാനയുടെ കുടുംബമുണ്ട്, റഹീമിൻ്റെ സഹോദരൻ്റെ കുടുംബമുണ്ട്, അവരുടെ പ്രായമുള്ള അമ്മയുണ്ടായിരുന്നു. ഇങ്ങനെ ചിതറിപ്പോയ കുറേ കുടുംബങ്ങളുണ്ട്, ഒന്നുമല്ലാതായ വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പം ഇവർക്കെല്ലാം ഈ ഒരു അവസ്ഥ തന്നെയാണോ? അത് ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ആയിരിക്കാം, അവരുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കാം. അതെന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ.
ശരി, വളരെ നന്ദി ജലീൽ പ്രതികരിച്ചത്. എന്തായാലും നമുക്ക് വിശദീകരിക്കുന്ന കഴിയുന്നതിലും പാടുപെട്ട് ഒരു മാനസികാവസ്ഥയിലൂടെയും പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളം ഞെട്ടിച്ച ആ ഒരു കൊലപാതകം നടന്നിട്ട് ഈ മാസം 24 1 വർഷം പൂർത്തിയാവുകയാണ്. വിചാരണ നടപടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതിനിടയിലാണ് മുഖ്യപ്രതി ഈ അഫാൻ തടവിലിരിക്കെ 2 തവണ ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഒരു തവണ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു, പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. അല്പസമയം മുമ്പ് അമ്പയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. മകനെ കാണാറുണ്ട്, പക്ഷേ മകൻ ഇപ്പോഴും സ്വബോധത്തോടു കൂടിയല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് അമ്മയും വിശദീകരിക്കുന്നത്. നമുക്ക് എന്താണ് ഇപ്പോഴത്തെ ഈ കേസിൻ്റെ നടപടികൾ, ഇതിൻ്റെ കഴിഞ്ഞു പോയ വഴികൾ, ഒപ്പം മരണപ്പെട്ടവരുടെ മറ്റ് വിശദാംശങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഈ കേസിൻ്റെ കഴിഞ്ഞകാല വഴികളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.